ഹാബിറ്റാറ്റ് മ്യൂസിയം. അവിടെ ഒരു അത്തറിൻ്റെ ഷോപ്പുണ്ട്, ഗിഫ്റ്റ് ഷോപ്പ്. ഷാഹിദ് പാർക്കിലെ ഞങ്ങൾ ഹാബിറ്റാറ്റ് മ്യൂസിയത്തിലാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടോ, ക്യാമലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്, കേട്ടല്ലോ. നമ്മൾ ഡെസേർട്ടിൽ നടക്കുമ്പോൾ ക്യാമലുണ്ട്, ഷീപ്പുണ്ട്, അതെല്ലാം വരുമ്പോഴുള്ള ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷികളുടെ ശബ്ദം കേൾക്കാം. പ്രോജക്റ്റ് ക്വേറ്റ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. കുവൈറ്റിലെ മരുഭൂമിയിലെ ചെടികളൊക്കെയാണ് കാണുന്നത്. Many plant communities grow in Kuwait. Each is dominated by one or two kinds of plants. അതിൻ്റെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. തമാം, സൽസോല, സോൾട്ട് വോൾട്ട്. ഇത് മരുഭൂമിയിലെ ചെടികളാണ് കാണുന്നത്. അർഫാജിൻ്റെ ഒരു വെറൈറ്റി നമ്മുടെ ഷുവൈക്ക് ബീച്ചിൽ നമ്മൾ കണ്ടായിരുന്നു. Plants use and help create microclimates, areas of shade or moisture for animals and concentrated soil nutrients for other plants. There are 374 different kinds of plants growing naturally in Kuwait. ഈ വോളിൽ കാണുന്നത് തന്നെ പ്ലാന്റ്സിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നതൊക്കെ. Let us see what is that. Plants of Kuwait. Plants play essential role in ecosystems, converting the sun's energy to sugars and nourishing all other life on earth. Kuwait's native plants thrive despite the hot climate and lack of rainfall. Most are annuals which sprout, grow and die in a single year. The next generation lives on as dormant seeds waiting for the right time to grow. ഇതിൻ്റെയൊക്കെ ആ ചെടികളുടെയൊക്കെ പേരുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എപ്പോഴാണ് എടുത്തത് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ്, പല വെറൈറ്റി. ഇതാ അടുത്തത് നമ്മൾ സീഡ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതിന് സീഡ് സ്റ്റേഷനാണ് അവർ പേര് കൊടുത്തേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നതുണ്ടോ, all plants need sun, water and space to grow. Seeds can't grow too close. ഇതൊരു പക്ഷേ സീഡിൻ്റെ വലിയ ഷേപ്പാണോ?
ഇൻട്രസ്റ്റിംഗ്. ഇത് ബോട്ടണിയൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക് പഠിക്കാനായിട്ടും അവർക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ. ഈവൻ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയാലും വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ടൊക്കെ. ഈ സാധനമാണ് ആ കാണുന്നത്. ഇത് നമ്മുടെ ഒരുമാതിരി ബദാമിൻ്റെ കൂട്ടൊരു ഷേപ്പ് ഒരു സാധനം ഇരിക്കുന്നു ഇവിടെ. എന്താണിത്? അറേബ്യൻ പെപ്പർ. റെപ്ലിക്ക സ്കെയിൽ 125. അപ്പോൾ ഇത് വലിയ സ്കെയിലിൽ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പല പല സാധനങ്ങളതെല്ലാം. ഞാൻ എല്ലാത്തിൻ്റെയും നോക്കുന്നില്ലെങ്കിൽ പോലും എല്ലാം ഇങ്ങനെ പല പല സീഡുകളാണ്. ഓ, ഇത് നോക്കിക്കേ, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത്. സേവിങ് ഫോർ ദ ഫ്യൂച്ചർ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കീപ് പ്ലാന്റ്സ് സേഫ് ഇൻ ദർ നാച്ചുറൽ ഹാബിറ്റ്. സീഡ് ബാങ്ക്സ് ആർ അനദർ വേ ടു പ്രിസർവ് പ്ലാന്റ്സ്. അപ്പോൾ ഇതൊരു സീഡ് ബാങ്കാണ് കേട്ടോ. സീഡ്സാണ് ആ കാണുന്നത്. അത് പക്ഷേ കണ്ടിട്ടൊരു ഫോട്ടോ പോലെ ഇരിക്കുന്നു. ഫോട്ടോസ് ഓൺ ഗ്ലാസ്. ഇൻട്രസ്റ്റിംഗ്. ഇത്രയും സാധനം ഇതിൻ്റെ അടിയിലുണ്ടെന്നുള്ളത് മനസ്സിലായില്ല. ഓ, എലോങ് ദ കോസ്റ്റ്. കടലിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കോസ്റ്റൽ ഏരിയാസ്, കോസ്റ്റൽ പ്ലാന്റ്സ്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു കേട്ടോ. ഇത് ഇങ്ങനൊരു സംഭവമായിട്ട് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറുന്നത്. റിഡ്ജസ് ആൻഡ് എസ്കാർപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണാവോ. കുവൈറ്റ് ഈസ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് വിത്ത് നോട്ടബിൾ ഇൻലാൻഡ് റിഡ്ജസ് ആൻഡ് എസ്കാർപ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ 135 meter tall Jal Al Azor escarpment. നൈസ്. അപ്പം അതിൻ്റെ പടങ്ങളായി കാണുന്നത്. Plants and birds. ഒരു ഡെസേർട്ടിൻ്റെ ഷേപ്പിൽ ആ സാൻഡിൻ്റെ പൊക്കോ താക്കോ ഒക്കെ അയാളെ കാണിച്ചേക്കാൻ തോന്നുന്നു. ഡെസേർട്ട് പ്ലെയിൻസ്. Can you spot the caterpillars on the small flower mallow? നോക്കുക. എലിയുണ്ട്, ചില പക്ഷികളുണ്ട്. അതിന് എലിയല്ല, ജേർഡ്സ് എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. റെഡ് ഡ്വാർഫ് ഹണി ബീ. വാഡീസ് ആൻഡ് ഡിപ്രഷൻസ്. അത് വാഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ലോ ഏരിയ ആയിരിക്കും അല്ലേ, വാലീസ് വല്ലതും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഡിപ്രഷനൊക്കെ എഴുതിയേക്കുന്നത്.
അതിൻ്റെ ഒരു റെപ്ലിക്ക ആയിരിക്കും ഈ കാണുന്നത്. കുവൈറ്റിൽ ഇതുപോലത്തെ സാൻഡ് ഡ്യൂൺസ് ഒക്കെ കാണുമായിരിക്കും. ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഏരിയയിലോട്ട് നമ്മളിതുവരെ പോയിട്ടുമില്ല. എനിവേ, ഇൻട്രസ്റ്റിംഗ്. ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത് ഇന്ന് ആദ്യമായിട്ട് അറിയുന്നു. ക്യാമ്പിംഗ് ഏരിയ ആണ്. ട്രെഡ് ലൈറ്റ്ലി. ക്യാമ്പിംഗ് ആൻഡ് ഓവർ യൂസ്. ക്യാമ്പിങ്ങിനെല്ലാം പോയി കഴിയുമ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ആൾക്കാരുള്ള വേസ്റ്റും ഗാർബേജും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ പരിസരമെല്ലാം വൃത്തികേടാക്കും. അതിപ്പോൾ പൊതുവേ എല്ലായിടത്തും ഉള്ളൊരു രീതിയാണല്ലോ. കുവൈറ്റിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ളൊരു രീതിയാണ്. ആൾക്കാർ ക്യാമ്പിങ്ങിന് ചെന്നിട്ട് മുഴുവനെ അങ്ങ് നാശമാക്കുന്ന പരിപാടി. ഡെസേർട്ട് ട്രഫിൾസ്. ഈ ട്രഫിൾസ് എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നതാണെന്നാണ് എൻ്റെ അറിവ്. അതിവിടെ നല്ല വിലയുമാണിത്. പലപ്പോഴും ഇങ്ങനെ ജമിയയിലൊക്കെ ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. പ്രിസർവ് ആൻഡ് പ്രൊട്ടക്റ്റ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലേ? ഡെസേർട്ടിൽ കാറ്റടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഡെസേർട്ടിൽ അതാണ് ചില ആനിമൽസ് ഇതുണ്ടോ. Jerboas live alone. They don't interact with others of their kind except at mating season. They dig single chambered burrows. അതിൻ്റെ ബറോയുടെ ഒരു സാമ്പിളാണ് ആ കാണുന്നത്. ആൾക്കാർ നടന്നതിൻ്റെ ഫുട് പ്രിൻറ്റ്സൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടോ? നാച്ചുറലി അങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട്. ഇത് കണ്ടോ. The may have several burrow mates including death stalker scorpion. അതാണ് ആ സാധനം. നമ്മുടെ എന്നാ പറയുക, ഓന്തോ ലിസാർഡിൻ്റെ ഒരു ടൈപ്പാണ്. ബറോ മേറ്റ്സ്. വാവ്. ഇതിൻ്റെ ഒരു ടെറൈൻ കണ്ടോ. ഇങ്ങനെയാണ് മരുഭൂമിയിൽ കിടക്കുന്നതെന്നാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കവിടെ കൈ വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്തോ ആക്ടിവേറ്റ് ചെയ്യാം. കൈ വെച്ചിട്ട് നമുക്കിവിടെ എന്തോ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളത് ചെയ്യുന്നില്ലെന്ന് മാത്രം. ഓക്കെ. കഴുകൻ, മൂങ്ങ, പരുന്ത്, പലതരം പക്ഷികൾ. അടിപൊളി. ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. ഔൾസ്. മണ്ണിനകത്തൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഡെന്നൊക്കെ. ഹണ്ടേഴ്സ് പൊസിഷൻഡ് അറൗണ്ട് preserves and at popular bird areas. ഇതിൻ്റെ എല്ലാം പേരുകളാണ് ഈ കാണുന്നത് കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരിക്കണം ലെഫ്റ്റ് ടു റൈറ്റ്. Reduce waste. Respect wildlife. Sand traps. ഇതിപ്പം ആടുകളുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാൽപ്പാടുകളാണ് കാണിയത്. അതിൻ്റെ ഹൂഫിൻ്റെ പ്രിൻ്റ്.
ഇതിനിടയിലൊക്കെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ കയറിയിരിക്കുന്നു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഫുട് പ്രിൻറ്റിൻ്റെ സാമ്പിളായി, അല്ലെങ്കിൽ അതിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. കീ പ്ലാൻ, ഗോട്ട്, ക്യാമൽ, ഷീപ്പ്. Interesting, very very interesting. കുവൈറ്റിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്നും കൊണ്ടാണ് ഇവിടെ വച്ചേക്കുന്നത്. പക്ഷികൾ ഉറക്കുന്നത് കുവൈറ്റിന് മുകളിൽ. കുവൈറ്റിൻ്റെ മാപ്പായി കാണുന്നത് കേട്ടോ. 4 മേജർ ഹാബിറ്റാറ്റ്സ്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുവൈറ്റിൻ്റെ മാപ്പ് കാണിച്ചിട്ട് അതിനകത്ത് ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കാണിക്കുക. കണ്ടോ, മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്സ് ഒക്കെ അവിടെ ആ കളർ ഡിഫറൻസ് അവിടെ കണ്ടില്ലേ, അതൊക്കെയാണ് മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് പറയുന്നത്. ഇത് നോക്ക്, ലാൻഡ് റിക്കവേഴ്സ് സ്ലോലി, പ്രൊട്ടക്റ്റഡ് ഏരിയ സെക്യൂർ ഫ്യൂച്ചർ ഫോർ കുവൈറ്റ്സ് ഹാബിറ്റാറ്റ്. Preserve for the future. ഒരു സ്കൈ വ്യൂ ആണ്, ഏരിയൽ വ്യൂ ആണ് കുവൈറ്റിൻ്റെ കാണുന്നത്. ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ജിയോളജിക് പ്ലേറ്റ് ഷിഫ്റ്റ്. കുവൈറ്റ് ഈസ് അണ്ടർ വാട്ടർ. ഇത് ഒരു ചരിത്രമാണ് കേട്ടോ, കുവൈറ്റിൻ്റെ ഫോർമേഷൻ്റെ ചരിത്രമാണ് പറയുന്നത്. കുവൈറ്റ് സബ്മേർജ്ഡ്. അറേബ്യൻ പ്ലേറ്റ് ഏതാണപ്പാ? അറേബ്യൻ പ്ലേറ്റ് ഈ കാണുന്നതൊക്കെ ആയിരിക്കും അല്ലേ. 50 million years ago. സാൻഡി സോയിൽസ് ആണ്. ആ നടുക്ക് വരുന്നുണ്ടോ, നടുക്ക് ആ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, അതായിരിക്കും സംഭവം. റോക്കി ഗ്രാവൽസ്. ഏൻഷ്യൻ്റ് റിവേഴ്സ്. പലതും ഉണ്ടാകുന്നതൊക്കെ പോയതാണ്. ഒരു കാലത്ത് നമുക്കറിയാമല്ലോ, നമ്മളെ ബൈബിളിൽ വായിക്കുന്നുടനെ നമ്മുടെ ഇറാഖിലും ഒക്കെ ഉണ്ടായിരുന്ന നദികളെക്കുറിച്ചൊക്കെ കേട്ടില്ലേ. ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ആർക്കറിയാം. മനുഷ്യവാസമുള്ള ഏരിയ ഇവിടെ കാണാം, നമുക്ക് അല്ലാത്ത ഏരിയയും കാണാം. വളരെ ചെറുക്ക ഏരിയയിലേ ഉള്ളൂ മനുഷ്യവാസമുള്ളൂ. ബാക്കി മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഡെസേർട്ടാണ്. നോക്കിയേ, പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ ഗ്രേ കളർ നിൽക്കുന്നുണ്ടോ, അതൊക്കെയാണ് മനുഷ്യവാസമുള്ള ഏരിയാസ്. ബാക്കിയെല്ലാം ഡെസേർട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ. കണ്ടേ, കുവൈറ്റിൻ്റെ ഔട്ട്ലൈനാണ് ഇപ്പം ആ ഒരു പിങ്ക് കളറിൽ വന്നത്. അതെന്തോ അത് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ലോ ലാൻഡ്സ്, നിയറസ്റ്റ് ഷോർ, സോൾട്ടി സോയിൽസ്. ബ്രിഡ്ജസ്. കുവൈറ്റിലെ പക്ഷികളാണ് കണ്ടോ, കുവൈറ്റിലെ മൈഗ്രേറ്ററി ബേർഡ്സ് ആയിരിക്കും ഇവിടെ ഒരു പക്ഷേ അത്. ഓ അടിപൊളി. ഇത് കാണ്, ഇത് നിങ്ങൾ കാണണം, ഇത് കാണണം. ലൈഫ് അറ്റ് ലോ ടൈഡ്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത്രയൊക്കെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഞണ്ടുകൾ, പക്ഷികൾ, വെരി നൈസ്.
ലോവർ മഡ് ഫ്ലാറ്റ്. ശരിക്കും നമ്മളിവിടെ വരേണ്ടതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരണം ഇവിടെ. പ്രത്യേകിച്ച് പിള്ളേർ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ്. അങ്ങനല്ലേ? ഇത് പിള്ളേർ കാണണം അല്ലേ? ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ആരും കണ്ടിരിക്കേണ്ട ശരിക്കും. ലോ ടൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ്. ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷികളെല്ലാം വന്നിരുന്ന് ഞണ്ടിനെ പിടിക്കുന്നു, അവിടെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി തിന്നുന്നു. പക്ഷികളുടെ ട്രാക്ക് കാണാമല്ലോ അല്ലേ മണ്ണിനകത്ത്. അതുകൊണ്ട് അതിൻ്റെ കാല് കണ്ടോ? നമ്മുടെ കടൽ കാക്ക, താറാവിൻ്റെ കാല് പോലുള്ള കാല്, അതിൻ്റെ കാൽപ്പാടുകളൊക്കെ. അത് വെളിയിലാണ്, അത് ഔട്ട് സൈഡാണ്. തലമുട്ടല്ലേ? സോൾട്ട് മാൾ. A haven for migrant birds. Three major migration routes or flyways run through Kuwait, making it a crossroads for birds from Asia, Europe and Africa. Birds migrate every year to locate food or places to nest and breed, and they find both in Kuwait's coastal and inland habitats. Of the hundreds of different birds seen in Kuwait, more than 70 nest here. എനിക്ക് തോന്നി ഈ ട്രിപ്പ് പുറത്തായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനും കാണാനും ഉണ്ട്. നമുക്ക് കുവൈറ്റിനെ കുറിച്ച് നമുക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ട്രിപ്പ് തീർത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവർക്ക് forces in nature. Heat, wind, dust storms, heavy rains, all these forces affect Kuwait's habitats. There are two seasons here, a hot, dry summer, when dust storms swirl across the desert, and a cool winter, when sudden rainfall spurs trees to sprout and plants to bloom. Kuwait's plants and animals are adapted to this harsh climate, but not to the forces caused by human activities like camping or warfare. ഇതും കുവൈറ്റുള്ള ഈ പറഞ്ഞ നമ്മളീ കാണുന്ന കുന്നുകളും പാറക്കെട്ടുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. സൂപ്പർ. ആടുകളൊക്കെ നടക്കുന്നുണ്ട്. ലൈഫ് ഇൻ ദ ഡെസേർട്ട്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ കുറേ നേരം ഇരുന്ന് കാണാനുള്ളതുണ്ട് ഇവിടെ.